പ്രിയ, ഈ ഭീകര സംഘടനകളുമായി അല്ലെങ്കിൽ അത്തരം സംഘടനകളുമായി ബന്ധമുള്ള അവിടെ പരിശീലനം നേടുക അടക്കമുള്ള ആരോപണങ്ങൾക്ക് വിധേയരായ രണ്ടുപേരെ വൈറ്റ് ഹൗസ് അവരുടെ ഉപദേശക സമിതിയിലേക്ക് നിയമിച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് വളരെ കൗതുകകരമായ തീരുമാനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ എന്താണ് ഇതിൻ്റെ പിന്നിലും സംഭവിച്ചിട്ടുണ്ടാവുക? അതായത് ഇതിനെ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായിട്ടുള്ള ലാറ ലൂമർ വിശേഷിപ്പിച്ചത് ഭ്രാന്ത് എന്നാണ്. അതായത് ലഷ്കർ ഭീകരനെ ട്രംപ് വൈറ്റ് ഹൗസിൽ കയറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് പാമ്പിനെ എടുത്ത് മടിയിൽ വയ്ക്കുന്ന പരിപാടിയാണ് ഈ അമേരിക്ക കാണിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള കുറേ കുൽസിത പ്രവൃത്തികളുണ്ട്. ഇതിനൊക്കെ ട്രംപിന് അല്ല പണിയിട്ടാൻ പോകുന്നത്, അമേരിക്കയ്ക്ക് മൊത്തത്തിലാണ്. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളെയും ബാധിക്കുന്ന കാര്യമാണ്. കാരണം പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുകയും കശ്മീരിൽ നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായും ആരോപിക്കപ്പെടുന്ന രണ്ടുപേരെയാണ് എടുത്ത് വൈറ്റ് ഹൗസിൻ്റെ ഉപദേശക സമിതിയിലേക്ക് ട്രംപ് ഭരണകൂടം വെച്ചത്. നിരോധിത ഭീകര സംഘടനയുമായി ബന്ധമുണ്ട രണ്ടുപേർ, ഇസ്മയിൽ റോയർ, സൈതുന കോളേജിൻ്റെ സഹസ്ഥാപകൻ ഷെയ്ഖ് ഹംസ യൂസുഫ് എന്നിവരാണ് ഈ ഭീകര സംഘടനയുമായി ബന്ധമുള്ളവർ. ഇവരെ നിയമിച്ചിരിക്കുകയാണ്. ട്രംപിന് ഇങ്ങനെ ട്രംപിൻ്റെ നേരത്തെ അറിയാമല്ലോ, ഒരു ഉപദേശകനായിട്ടുണ്ടായിരുന്ന ഒരു, എനിക്ക് തോന്നുന്നു വിദേശകാര്യ സെക്രട്ടറിയാണെന്ന് തോന്നുന്നു, അയാൾ സ്വന്തം രാജ്യത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് ഫാമിലി ഗ്രൂപ്പ്, ഇയാളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു സോഷ്യൽ മീഡിയ ആപ്പിലെ ഗ്രൂപ്പിലെടുത്തിടുകയാണ്. അയാളെ പിന്നെ പുറത്താക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ള കുറേ മണ്ടൻ തീരുമാനങ്ങൾ ഈ ട്രംപിൻ്റെ കീഴിലുള്ള ഭരണകൂടം നടത്തുന്നുണ്ട്. അമേരിക്ക ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള അപജയമാണ് ട്രംപ് ഭരണകൂടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഭീകരരെ കൊണ്ടുവന്ന് ഉപദേശക സമിതിയിൽ വയ്ക്കുക, US പൗരന്മാരെ ലക്ഷ്യമിട്ടിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് റോയറിനെ 2004 US കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും 20 വർഷം തടവിന് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. FBI അന്വേഷണത്തിൽ അൽ ഖ്വയ്ദയ്ക്കും ലഷ്കറിനും റോയർ സഹായം നൽകിയിരുന്നതായി കണ്ടെത്തി. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തിരുന്നു. 20 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചെങ്കിലും 13 വർഷം മാത്രമാണ് റോയർ തടവ് അനുഭവിച്ചതെന്നും ലോറ ലൂമർ പറയുന്നുണ്ട്. അതായത് ഈ ട്രംപിൻ്റെ അനുയായി തന്നെ ഇയാൾക്കെതിരെ, ഈ ട്രംപിൻ്റെ നിയമനത്തിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ ഈ പറയുന്ന ഭീകരവാദം എന്ന് പറയുന്ന കാര്യത്തിനകത്ത് അവിടെ ബോംബ് പൊട്ടാതിരുന്നാൽ മതി അവർക്ക്. അവരുടെ നിലപാട് അതാണ്. ഈ നാട്ടിൻപുറത്തൊരു പറച്ചിലുണ്ട്, ഈ സ്കൂളിലൊക്കെ വല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരെ പിടിച്ച് സ്കൂൾ ലീഡറാക്കും, അതോടുകൂടി ആളങ്ങ് നന്നാകും. ആ രീതിയിൽ ഒരു തന്ത്രപരമായി അത്ര ഒരു തന്ത്രം ഉണ്ടോ ഇതിൻ്റെ? അങ്ങനെ നമുക്കിത് കണക്കാക്കാൻ കഴിയില്ല. കാരണം ട്രംപിന് ചില അപ്പീസ്മെൻറ്റുകളൊക്കെ ഉണ്ട്, ചില ഈ പ്രീഡിപ്പിക്കുക എന്ന് പറയുന്ന നയം പോലത്തെ കാര്യങ്ങൾ. പിന്നെ ഇയാളെ രണ്ടുപേരെ നിയമിച്ചിരിക്കുമ്പോൾ അമേരിക്കയാണ് നമുക്ക് ഈ പറയുന്ന കുറ്റപ്പെടുത്താമെങ്കിലും അമേരിക്ക പ്രേംലാൽ പറഞ്ഞതുപോലെ ഒരു മണ്ടത്തരം അങ്ങനെ അമേരിക്ക ഇപ്പോൾ പൊട്ടനായിട്ടുള്ളൊരു പ്രസിഡന്റ് വന്നാലും അവിടുത്തെ സൈന്യവും ഇൻ്റലിജൻസ് CIA FBI ഒന്നും മാറാൻ പോകുന്നില്ലല്ലോ. അവർക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാമല്ലോ. ഇയാൾ പറയുന്ന വിടുവായത്തങ്ങൾക്ക് മറുപടി അവർക്ക് പറയേണ്ടതില്ലല്ലോ. അവർക്ക് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവർ ചിലപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും. CIA ചിലപ്പോൾ ഒരു നീക്കമായിരിക്കുക അത്. അയാളെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് ഇയാളെ സ്ഥാനം മാറ്റി. ഇയാൾ മുമ്പ് ക്രിസ്ത്യാനിയായിരുന്ന ആളാണ്, അവിടെ നിന്നാണ് ഇയാൾ ഇസ്ലാമിലേക്ക് മതം മാറുന്നത്, ഈ റോയർ എന്ന് പറയുന്ന ആൾ. അങ്ങനെ ഒരു കാര്യം കൂടെ ചിലപ്പോൾ ചെയ്തിരിക്കാം. ഇയാളൊരു ഏജന്റ് ആയിട്ടില്ലെങ്കിൽ ഡബിൾ ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും സിനിമകളിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ ഈ ലഷ്കർ ഇ തോയ്ബയുടെ പരിശീലന ക്യാമ്പിൽ ഇയാൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ കോടതി ശിക്ഷ വിധിച്ചത്. 20 കൊല്ലത്തെ ശിക്ഷ, 13 കൊല്ലമേ ഇയാൾ അനുഭവിച്ചിട്ടുള്ളൂ. ഈ 2004 കുറ്റം സമ്മതിച്ച ഇസ്മയിൽ 20 കൊല്ലത്തെ ശിക്ഷയാണ് ലഭിച്ചത്. 13 കൊല്ലം ഇയാൾ ശിക്ഷ അനുഭവിച്ചതായി വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു ബന്ധം ഇയാൾക്കുണ്ടാവില്ല. ആ ബന്ധങ്ങളെയൊക്കെ ഉപയോഗിച്ച് ഈ ഭീകരവാദത്തെ തകർക്കാനും ഇല്ലെങ്കിൽ അവരെ ലക്ഷ്യം വയ്ക്കാനും ഒക്കെ അമേരിക്ക ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ അമേരിക്കയ്ക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവരെ ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളിലോ മറ്റ് സ്ഥലങ്ങളിലോ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും അമേരിക്ക ചിലപ്പോൾ ശ്രമിക്കും, ഈ ഭീകര സംഘടനകളെയൊക്കെ ഉപയോഗിച്ച്. നമുക്കറിയാമല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ അമേരിക്ക നിന്നത് ആർക്കൊപ്പം? ഞങ്ങൾ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയാണ്? അതാണ് ഏറ്റവും വലിയ അനീതി. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ രാഷ്ട്രമായ പാകിസ്ഥാൻ അവരുടെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ നിഷ്പക്ഷമായി നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പക്ഷപാതത്തരം. അവിടെ അമേരിക്കയുടെ ആയുധങ്ങളും ഉണ്ട്. അതെ, ഈ പറയുന്ന ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ് അമേരിക്ക എടുത്ത നിലപാട്. അതുകൊണ്ട് അമേരിക്കയോട് നമുക്ക് വലിയ മമതയുടെ ആവശ്യമൊന്നുമില്ല. അമേരിക്കയുടെ വൈറ്റ് ഹൗസിനകത്ത് കയറിയിരിക്കുന്ന യുവന്മാർ അവിടെ വെച്ചൊരെണ്ണം പൊട്ടിച്ചാലും അതിശയമൊന്നുമില്ല.
ഈ ഭീകരവാദ പ്രവർത്തനം ഉള്ളവന്മാർ ഏത് സമയത്ത് ഓൺസ് എ ടെററിസ്റ്റ് ആൾവേസ് എന്നാണ്. ഒരിക്കൽ ഭീകരനായവൻ എല്ലാ കാലത്തും ഭീകരനായിരിക്കും. പണ്ട് സിമിയായിട്ട് ഇപ്പോൾ അല്ല ഞാൻ മാന്യനായി നല്ലവനായി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. ചില മീഡിയകളിലൊക്കെ വന്നിരുന്ന് പ്രസംഗിക്കുകയും ചെയ്യും. അവർ ഒൺസ് എ സിമി ആൾവേസ് ആണ്. ഒരിക്കൽ ഭീകരനായവൻ എല്ലാ കാലത്തും ഭീകരൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഭീകരൻ വൈറ്റ് ഹൗസിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവന് ഡബിൾ ഏജൻ്റ് ആണെങ്കിൽ കൂടി തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ വൈറ്റ് ഹൗസിനകത്ത് കൊണ്ടുവച്ചൊരു സാധനം പൊട്ടിച്ചു എന്നും വരാം. ഈ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം ഈ അമേരിക്കൻ ജനത പൊതുവെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ ഒരു പൊതു നിലപാടെടുത്തിട്ടുണ്ട്. അവരുടെ രൂപം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പേര് കൊണ്ടോ തന്നെ. അത്തരം ആൾക്കാരെ എന്ത് പറഞ്ഞത് വിശ്വസിപ്പിക്കും? അതാണ് ഇതിനകത്തുള്ള ഒരു ചില നിലപാടുകളുണ്ട്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ള സംശയം. അതാ ഞാൻ പറഞ്ഞത് ആദ്യമേ, ഒരു അപ്പീസ്മെൻറ്റിൻ്റെ ഭാഗമാണോ ഇതെന്നുള്ളത്. പക്ഷേ അവരങ്ങനെ ഒരു പ്രോമിനൻ്റ് കമ്മ്യൂണിറ്റി അല്ല ഇസ്ലാം അമേരിക്കയിൽ, ഒരു വലിയ എണ്ണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരെ പ്രേരിപ്പിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ചോദ്യവും കൂടെ ഉണ്ട്. ചിലപ്പം ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളോട് ഇപ്പോൾ സൗദി അറേബ്യയായിട്ടൊക്കെ വലിയ കരാറുണ്ടാക്കിയിരിക്കുകയാണല്ലോ അമേരിക്ക. ഇനി അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? പക്ഷേ സൗദിക്കൊന്നും ഈ പറയുന്ന ഭീകരരെ കൊണ്ടുവയ്ക്കുന്നതിൽ വലിയ സന്തോഷമൊന്നും കാണില്ല. സൗദി ഇസ്ലാമിനെ മുസ്ലിങ്ങളാണെങ്കിൽ ഓക്കെ ശരി, ഞങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷേ ഇവിടെ അതുമല്ല. എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് ഈ പറയുന്ന പോലെ ട്രംപിൻ്റെ അനുയായി തന്നെ പറഞ്ഞതുപോലെ, ലാറ ലൂമർ പറഞ്ഞതുപോലെ ഭ്രാന്താണോ എന്നുള്ളതാണ് ഇതിനകത്ത് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിഗൂഢമായ മറ്റെന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഏതായാലും ട്രംപ് ഒരു തീരുമാനമെടുത്താൽ അത് എത്ര മണ്ടൻ തീരുമാനമാണെങ്കിലും അതിനെ വല്ലാണ്ടങ്ങ് ന്യായീകരിച്ച് കളയും. ന്യായീകരിച്ച് മെഴുകുന്ന ഒരാളെ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു എതിർപ്പുകളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ആ ഒരു പ്രഖ്യാപനത്തിൽ, ആ നയത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങാനുള്ള സാധ്യത ചിലപ്പോൾ പിൻവാങ്ങിയേക്കും. കാരണം ട്രംപ് ഇതുപോലത്തെ 2 ഭ്രാന്ത് പറഞ്ഞായിരുന്നു. ഒന്ന്, ഗാസ ഞങ്ങൾ ഏറ്റെടുക്കും. ഗാസ ഏറ്റെടുത്ത് അവർ ടൂറിസം സ്പോട്ടാക്കി അതിനെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ഈ പറയുന്ന വലിയ ഒരു ഭയങ്കര വികസിതമായിട്ടുള്ളൊരു പ്രദേശമാക്കി മാറ്റുമെന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 51ാമത്തെ സ്റ്റേറ്റായിട്ട് കാനഡയെ ഞങ്ങൾ സ്വീകരിക്കും, കാനഡ അമേരിക്കയോട് മെർജ് ചെയ്യട്ടെ, ലയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ട്രംപ് പറഞ്ഞു. ഈ ട്രംപിൻ്റെ ഡയലോഗുകൾക്ക് ഒരു രക്ഷയില്ല. ഇത്തരത്തിലുള്ള ഡയലോഗുകൾ അടിക്കുക. പക്ഷേ ഇതിന് ഒരു കാര്യവും ഇല്ലെന്നുള്ളത്. ട്രംപിനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ് ട്രംപ് പറയുന്നത്. ട്രംപ് എന്ത് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത്? മേക്ക് വൺസ് അഗെയിൻ അമേരിക്ക ഗ്രേറ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അമേരിക്കയെ മഹത്താക്കുക എന്നുള്ളത്. ജോ ബൈഡനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടാണ്. അതായത് പൊളിറ്റിക്കലി അല്ല, അയാളുടെ രൂപം, അയാളുടെ ആരോഗ്യസ്ഥിതി അടക്കം അധിക്ഷേപിച്ചുകൊണ്ടാണ് അയാൾ തെരഞ്ഞെടുപ്പിൽ. എനിക്കിപ്പോൾ തോന്നുന്നു ബൈഡൻ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു. അതെ, കുറച്ചുകൂടി മാനസിക നില ബോധം, അല്ലെ സുഖമില്ലായിരുന്നു, ഓർമ്മക്കുറവുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും ഇതിനേക്കാൾ ഇത്രയും ഭ്രാന്തൊന്നും ബൈഡൻ ഇല്ലായിരുന്നു. ബൈഡൻ കുറേ കൂടെ വിവരമുള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. എന്തായാലും അമേരിക്കയുടെ വൈറ്റ് ഹൗസിനകത്ത് ഭീകരരെത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അവസ്ഥയാണ്. ലഷ്കർ അംഗങ്ങളായിരുന്നവർ അവിടെ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ വാർത്ത. അമേരിക്കൻ മണ്ടത്തരം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.